എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കീം യുജിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യാതിരുന്നവർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കീം യുജിക്കും നീറ്റിനും എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതാണ് കീമിൻ്റെ ഹോം പേജ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പരും അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച നമ്പേഴ്സ് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്താണ് ലോഗിൻ ചെയ്യേണ്ടുന്നത്. ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നു പോയിട്ടുള്ളവർക്ക് അത് റിട്രീവ് ചെയ്യാനുള്ള ലിങ്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് എടുക്കേണ്ടുന്നവർക്ക് പ്രിൻ്റ് അക്നോളജ്മെൻറ്റിൽ പ്രസ് ചെയ്ത് ആ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് വ്യൂ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിനായി മുന്നോട്ട് പോകേണ്ടുന്നത്. ഇവിടെ നമുക്ക് കാണാം 10 KB-ക്കും 500 KB-ക്കും ഇടയിലുള്ള PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഒന്നിലധികം പേജുകളുണ്ടെങ്കിൽ ഒറ്റ PDF ആയിട്ട് കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. മാത്രവുമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സോഫ്റ്റ് കോപ്പി ഓഫ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. നേരത്തെ സംശയം കോപ്പി അപ്ലോഡ് ചെയ്താലും മതിയോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. 15/3/2025 വൈകിട്ട് 5 മണി വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാത്ത സർട്ടിഫിക്കറ്റുകൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്ത ടൈമിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്കിവിടെ NCL സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന NCL സർട്ടിഫിക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് കൊടുത്താണ് അപ്ലൈ ചെയ്യേണ്ടുന്നത്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് മറ്റ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള അപേക്ഷകൾക്കൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കും. കാരണം കീമൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം നീറ്റിന് തഹസീൽദാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ഉപയോഗിക്കേണ്ടുന്നത്. EWSനും ഈ ഒരു ലിങ്ക് വഴി തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴോട്ട് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ എന്താവശ്യമുണ്ടോ അതൊക്കെ താഴോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് NCL സർട്ടിഫിക്കറ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ 3 ചെക്ക് ബോക്സുകൾ കാണാം. ആ 3 ചെക്ക് ബോക്സുകളും നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 3 ചെക്ക് ബോക്സിലും ടിക്ക് മാർക്ക് വരുത്തി അതിനുശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടി ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്ത് വീണ്ടും വ്യൂ അപ്ലോഡഡ് സർട്ടിഫിക്കറ്റ്സിൽ പ്രസ് ചെയ്താൽ നമുക്ക് അവിടെ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിന് നേർക്ക് അപ്ലോഡഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നതും കാണുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് വ്യൂ ചെയ്ത് നോക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ഇവിടെ നമുക്ക് കീമിൻ്റെ അപേക്ഷയിൽ യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിവതും ശരിയായ രീതിയിൽ തന്നെ അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. മാർച്ച് 10 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്ന തീയതി. ഇവിടെ നമുക്ക് മുകളിൽ ഡൗൺലോഡ് പെർഫോമൻസ് എന്നൊരു ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ EWSൻ്റെയും അതേപോലെ NCLൻ്റെയും ഒക്കെ അപേക്ഷയുടെ മാതൃകകൾ ഇവിടെ നിന്ന് ലഭിക്കും. വില്ലേജ് ഓഫീസിൽ EWSന് കൊടുക്കേണ്ട അപേക്ഷയുടെ മാതൃക, അതിനകത്ത് നമ്മൾ വരുമാനത്തിൻ്റെ വിവരങ്ങളും റേഷൻ കാർഡിലെ വിവരങ്ങളും ഒക്കെ ഫില്ല് ചെയ്ത് വേണം വില്ലേജ് ഓഫീസറിന് അപേക്ഷ കൊടുക്കുവാൻ. പിന്നീട് അവിടുന്ന് അനുവദിച്ചു വരുന്ന സർട്ടിഫിക്കറ്റ് ൻ്റെ മാതൃകയും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. NCLന് ഈ ഡിസ്ട്രിക്റ്റ് വഴി അപേക്ഷിക്കുന്നതും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിലെ പെർഫോമ ഉപയോഗിച്ചും നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാവുന്നതാണ്. ഈ പെർഫോമയിലെല്ലാം ആപ്ലിക്കൻറ്റിൻ്റെ പേരും രജിസ്റ്റർ നമ്പരും ഒക്കെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു.